അമേരിക്ക ഇന്ത്യയെ പൂട്ടാനും ട്രംപിന്റെ കാൽക്കീഴിലേക്ക് ഇന്ത്യയുടെ തല കൊണ്ടുവച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഡിഫറെന്റ് ആംഗിൾസിൽ ഞാനും ആ ശ്രമങ്ങളെ എതിർത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ധാരാളം വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും ചെയ്യും. പക്ഷെ ആ വീഡിയോകളൊക്കെ കണ്ടിട്ട് അതിന്റെ ചിലതിന്റെ താഴെ അന്ധമായ മോദി വിരോധം അങ്ങോട്ട് തലയ്ക്ക് പിടിച്ചിട്ടേ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ ചില കമന്റുകൾ വരുന്നുണ്ട്. അത് എനിക്കത് അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഇന്ത്യയെ ഏത് വിധേനയും തല പൂഴ്ത്തി ട്രംപിന്റെ കാൽച്ചോട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് അമേരിക്ക എടുത്തുകൊണ്ടിരിക്കുന്നത്. അതായത് അവർക്ക് അടിമകളെയാണ് ആവശ്യം. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്, ഒരു ജനാധിപത്യ രാജ്യമാണെന്നുള്ളൊരു ബോധം ശക്തിയുള്ള രാജ്യമൊന്നും ട്രംപിനില്ല. കുറെ കാലമായിട്ട് അമേരിക്കയാണ് ലോക പോലീസ്, ലോകത്ത് ഒന്നാം സ്ഥാനത്തോ ഇങ്ങനെ പറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു മഞ്ഞളിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ മഞ്ഞളിപ്പൊക്കെ തകർന്നു വീഴാൻ അധിക താമസം ഇല്ല, വളരെ പെട്ടെന്ന് തന്നെ വീഴും. ഒരു പ്രസിഡന്റ് വിചാരിച്ച ഇതൊക്കെ എളുപ്പത്തിൽ സംഭവിക്കാനേ ഉള്ളൂ എന്ന് അവർക്കറിയില്ല. ട്രംപ് പോലും ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഇവിടെ നമ്മൾ ഇന്ത്യക്കാർ താൽക്കാലികമായ ഒരു പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ ട്രംപിന്റെ കാല് പിടിക്കാതെ, അമേരിക്കയുടെ കാല് പിടിക്കാതെ ഇന്ത്യൻ ഭരണ സംവിധാനം തലയുയർത്തി നിൽക്കുമ്പോൾ, പരിശ്രമിക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യലാണ് ഒരു പൗരൻ എന്ന നിലയിൽ എന്റെ കടമയെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. അത് മാത്രമല്ല, അതിൽ ചില സത്യങ്ങളുണ്ട്. അമേരിക്ക ഇന്ന് നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇന്ത്യയെ പിണക്കിയതിന് ശേഷം ഇന്ത്യൻ സാധനങ്ങളുടെ ഇറക്കുമതി തീരുവ കൂട്ടിയതിനു ശേഷം അമേരിക്ക നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന വീഡിയോകളൊക്കെ സത്യമാണെന്ന് മനസ്സിലാവും. എന്നാൽ അവിടെയും പറയുന്നത് അമേരിക്കയെ കുറിച്ചായതുകൊണ്ട് അമേരിക്ക എന്തോ മറിക്കുമെന്ന മട്ടില് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു ചുക്കും ചെയ്യില്ല, ഒരു ചുക്കും ചുണ്ണാമ്പിനും കൊള്ളാത്ത സർക്കാരാണ് ഇവിടെ എന്ന മട്ടിൽ മോദി സർക്കാരിനെ ആക്ഷേപിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു 140 കോടി ജനങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണമെങ്കിൽ മോദിയെ നമുക്ക് വെറുക്കാം, എതിർക്കാം, അദ്ദേഹത്തെ വിമർശിക്കാം, എല്ലാം ചെയ്യാം. പക്ഷെ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഒരു അമേരിക്കയോടോ അല്ലെ മറ്റു രാജ്യങ്ങളോടോ നമ്മൾ പ്രതികരിക്കുമ്പോൾ മോദി എന്നല്ല, ഇനി ഏത് പ്രധാനമന്ത്രി ആയാലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ നമുക്ക് ആക്ഷേപിക്കാനോ അവമതിക്കാനോ പറ്റില്ല. കാരണം അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരല്ല എന്ന് പറയേണ്ടി വരും. എനിക്ക് പക്ഷേ ഇന്ത്യൻ സർക്കാരിനെ അല്ലെങ്കിൽ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്ത് മാത്രമേ സംസാരിക്കാൻ കഴിയൂ. ചില കാര്യങ്ങളോട് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്തത് മാത്രമല്ല, ഇന്ത്യയെ വെറുപ്പിച്ചത് കൊണ്ട് അമേരിക്കയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൂടി വിളിച്ചു പറയുമ്പോഴാണ് നമുക്കൊരു സന്തോഷം കിട്ടുന്നത്. ഇന്നും ഒരു നല്ല വർത്താനം അമേരിക്കയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ വർത്താനം പങ്കുവയ്ക്കാനാണ് വന്നിട്ടുള്ളത്. അതായത് അമേരിക്കയിൽ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വില കൂടുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. ആഴ്ചകളായിട്ടുള്ളൂ 25% തീരുവ കൂട്ടി. അത് കഴിഞ്ഞിട്ട് ഇതിനെ അടുത്ത 25% കൂട്ടുന്നു എന്ന് പറയുന്നു. അമേരിക്കയുടെ അവസ്ഥ എന്താ? നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. അമേരിക്ക അവിടെ കാർഷിക മേഖല, അവിടെ വ്യവസായമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നേന്ത്രപ്പഴം, അമേരിക്കക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. ഒരു ഭക്ഷണ വസ്തുവാണ്, ഫലവർഗമാണ് നേന്ത്രപ്പഴം എന്ന് പറയുന്നത്. അതവിടെ ഉൽപാദനം തീരെ കുറവാണ്. അത് മറ്റു ഒരുപാട് രാജ്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നേന്ത്രപ്പഴത്തിന് ഇപ്പൊ 10% കണ്ട് വില വർദ്ധിച്ചു എന്നാണ് അമേരിക്കയിൽ നിന്ന് വേറെ പറയുന്നത്. അത് 10% ഇറക്കുമതി തീരുവ കൂടി. സ്വാഭാവികമായിട്ടും 10%-ലധികം ആ വില വർദ്ധിക്കും. അതായത് മൊത്തത്തിൽ ഇറക്കുമതി കുറയുമ്പോൾ ഒന്ന്, സാധനങ്ങളുടെ ലഭ്യത കുറയും, യഥേഷ്ടമുള്ള ലഭ്യത കുറയും. രണ്ട്, ഗുണമേന്മയില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ വരും. കാരണം ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ചില വസ്തുക്കളുണ്ട്. അത്തരം വസ്തുക്കൾക്ക് നികുതി ബാധ്യത കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അമേരിക്കയിൽ വലിയ വിലക്കയറ്റം ഉണ്ടാക്കും. കാരണം ഇത് അമേരിക്കക്കാർ തന്നെയാണ് വാങ്ങേണ്ടത്. 100 രൂപയ്ക്ക് അമേരിക്കയിൽ ഇന്ത്യ വിറ്റുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വാങ്ങി വിറ്റുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ പിന്നീട് അവർക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ 150 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ 125 രൂപ കൊടുക്കേണ്ടി വരും. ഇതാരും ഇന്ത്യ കൊടുക്കുന്നില്ല. അധിക നികുതി അമേരിക്കൻ സർക്കാരിലേക്ക് കിട്ടുമെന്നുണ്ടെങ്കിലും ആ നികുതി പണവും ഈ വില കൂടുതലും സഹിക്കേണ്ടത് അമേരിക്ക തന്നെയാണ്. അപ്പൊ ഇപ്പോൾ ഈ ഫലവർഗത്തിൽ തന്നെ, നേന്ത്രപ്പഴത്തിൽ തന്നെ ഭീകരമായ വില വർധന ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ, ഇത് സമീപ ഭാവിയിൽ ഉണ്ടാകുന്നത് വളരെ വലിയൊരു പ്രശ്നമാണ്. അവിടുത്തെ ജനം അമേരിക്കൻ സർക്കാരിനെ, പ്രത്യേകിച്ച് ട്രംപിനെ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഈ ലോക മണ്ടത്തരമാണ്, ഈ ട്രംപ് കാണിച്ചത് ഭൂലോക മണ്ടത്തരമാണ്. കാര്യം ഇതുവരെ ഒരു പ്രസിഡന്റ് കാണിക്കാത്ത മണ്ടത്തരമാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത് എന്നാണ്. ഒരു തരത്തിലുള്ള നേട്ടവും ഇത് അമേരിക്കക്ക് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, ഇത് വലിയ ഒരു കോട്ടം ഉണ്ടാക്കും. ഇപ്പോ അമേരിക്കയായിട്ട് യോജിച്ച് നിൽക്കുന്ന ഒരുപാട് സഖ്യരാഷ്ട്രങ്ങളുണ്ട്, അല്ലെങ്കിൽ യോജിച്ച് നിൽക്കുന്ന സൗഹൃദ രാഷ്ട്രങ്ങൾ കുറെ ഉണ്ട്. സഖ്യരാഷ്ട്രങ്ങളല്ല എന്നുണ്ടെങ്കിലും സൗഹൃദ രാഷ്ട്രങ്ങൾ ധാരാളമുണ്ട്. അത്തരം രാജ്യങ്ങളെയൊക്കെ വെറുപ്പിച്ചുകൊണ്ടാണ് ഇവിടെ ട്രംപ് ഇത്തരത്തിൽ തീരുമാനം എടുക്കുന്നത്. ഇവിടെ അമേരിക്കയുടെ വളർച്ചയ്ക്കാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, മറ്റുള്ളവരെ ചൊൽപ്പടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഒന്നാം സ്ഥാനം നിലനിർത്താനാണ് എന്നൊക്കെ പറയുമ്പോഴും അമേരിക്കൻ ജനത കഷ്ടപ്പെടാണ്. ഈ സാമ്പത്തിക വിദഗ്ധരുടെ കാഴ്ചപ്പാട് പ്രകാരം ഈ വരുന്ന ഇപ്പോ അമേരിക്കയ്ക്ക് വലിയ നേട്ടം ഉണ്ടെന്ന് തോന്നുമെന്നുണ്ടെങ്കിലും
അമേരിക്കൻ സാമ്പത്തിക നില, ജനങ്ങളുടെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം ഉണ്ടാവും. കാരണം ഇറക്കുമതി, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്തെങ്കിലും എവിടെയെങ്കിലും കിടക്കുന്ന സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നില്ല. അപ്പോൾ നല്ല ഗുണമുള്ള വാല്യൂ ഉള്ള പ്രോഡക്റ്റുകൾ ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് വിലക്കുറവിൽ അവിടുത്തെ ജനങ്ങൾ, അമേരിക്കൻ ജനങ്ങൾ അത് വാങ്ങി ഉപയോഗിക്കുന്നു. കാരണം അമേരിക്കയിൽ പ്രൊഡക്ടിവിറ്റി കുറവാണ്, പ്രൊഡക്ഷൻ കുറവാണ്, ഒരു ഉപഭോക്തൃ ഒരു രാജ്യമാണെന്ന് വേണമെങ്കിൽ പറയാം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, എല്ലാ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അമേരിക്കയിലുള്ള 30 കോടി ജനങ്ങൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അത് ഭക്ഷണമായാലും വസ്ത്രമായാലും മറ്റെന്ത് തന്നെ ആയിരുന്നാലും അമേരിക്കയിൽ ഉൽപ്പാദിക്കപ്പെടുന്നില്ല. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമേരിക്ക ഒരു ഉപഭോക്തൃ രാജ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എല്ലാം ഇറക്കുമതി ചെയ്ത് ഉപയോഗിക്കുന്ന ആ രാജ്യത്ത് ഇത്തരത്തിൽ താരിഫ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ആരെയാണ് ഏറ്റവും അധികം ബാധിക്കുക? 100 രൂപയ്ക്ക് അവിടെ ലഭ്യമായിരുന്ന ഉൽപ്പന്നങ്ങൾ ഇനി 150 രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ കാശുള്ള മാത്രമേ അത്തരമുള്ള സ്ഥാപനങ്ങൾ, വാൾമാർട്ട് പോലുള്ള സ്ഥാപനങ്ങളിൽ പോയി വാങ്ങുള്ളൂ. മറ്റുള്ളവൻ ഏതെങ്കിലും തെരുവിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് നോക്കും, വില കുറഞ്ഞ സാധനം കിട്ടുമെന്ന് നോക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭക്ഷണ പദാർത്ഥങ്ങളും മറ്റ് സാഹചര്യങ്ങളും ഒക്കെ നേരെ ഗുണമേന്മ ഇല്ലാത്തതിലേക്ക് പോകുമ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ഒരു മേഖലയിൽ പോകും. ആരോഗ്യ മേഖലയിൽ വീണ്ടും അപകടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വരും. ഇപ്പോ അവർക്ക് ആരോഗ്യ മേഖല അത്ര കണ്ട് പ്രശ്നമല്ല എന്ന് പറയുന്നെങ്കിലും ഈ ഒരു വികലമായിട്ടുള്ള സാമ്പത്തിക ഒരു നയം, ഈ നയം വെച്ചുകൊണ്ട് ആരോഗ്യ മേഖലയിൽ പോലും നശിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതാണ് സാർവത്രികമായി അവരെല്ലാവരും പറയുന്നത്. അത് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധരെല്ലാവരും പറയുന്നത് അമേരിക്കയ്ക്ക് കോട്ടമല്ലാതെ നേട്ടമൊന്നും ഉണ്ടാക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ രാജ്യങ്ങളെ മുഴുവൻ പിണക്കി ഒരു ശതമാനം ഒരുപക്ഷെ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടായാലും അടുത്ത ഒരു 10 വർഷത്തേക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം ഇല്ലാതായി അമേരിക്ക ഒറ്റപ്പെടുന്ന, അതായത് വലിയ തിക്തഫലം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമെന്നാണ് അവർ തന്നെ പറയുന്നത്. അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല എന്ന്. അതിന് അമേരിക്കക്കാർ തന്നെ പറയുന്നത് ഇന്ത്യ പ്രതികരിക്കാതിരിക്കുന്നതിന് കാരണമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സാമ്പത്തിക നഷ്ടമുണ്ട്. ഇപ്പൊ ഒരു 5-10 ബില്യന്റെ ഒരു വരുമാനം ഉണ്ടായിരുന്നവർ നേരെ പകുതിയായിട്ട് ചുരുങ്ങും, ഇല്ലേ? കാരണം 50% ആകുമ്പോൾ വിൽപ്പന കുറയും, കയറ്റുമതി കുറയും, വാങ്ങൽ കുറയും, ഉപഭോക്താക്കൾ കുറയും. അപ്പോൾ സ്വാഭാവികമായിട്ടും കച്ചവടം കുറയും. അങ്ങനെ കുറയുമ്പോൾ ഇന്ത്യൻ വിപണിയിലേക്ക് വരേണ്ട പണത്തിന്റെ അളവ് കുറയും. ശരി തന്നെയാണ്. പക്ഷെ എന്നിട്ടും ഇന്ത്യ മിണ്ടാതിരിക്കുന്നത് എന്താണ്? അമേരിക്ക സ്വയം എരിഞ്ഞടങ്ങാൻ വേണ്ടി ഈയാമ്പാറ്റയെ പോലെ പാറിപ്പറക്കുമ്പോൾ അതിൽ ചെന്ന് തലവെച്ചു കൊടുത്ത് വെറുതെ സ്വയം ചിറകും കൂടി കരിച്ചു കളയണ്ട എന്നുള്ളൊരു തീരുമാനം ഇന്ത്യ എടുത്തിട്ടുള്ളത് കൊണ്ടാണ്. എന്തായാലും അമേരിക്ക തകരാൻ തീരുമാനിച്ചു, തകർന്ന് തരിപ്പണമാകാൻ തീരുമാനിച്ചു. ട്രംപ് മണ്ടൻ തീരുമാനങ്ങൾ എടുത്തിട്ടു, ലോക തോൽവിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടു. അത്തരത്തിൽ തീരുമാനങ്ങൾ എടുത്തിട്ടപ്പോൾ ഈ സ്വയം തകരാൻ തീരുമാനിച്ച ഒരു വസ്തുവിലേക്ക് കൊണ്ട് തലവെച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലെങ്കിൽ അതിനെ തകർക്കാൻ ശ്രമിക്കേണ്ടതില്ല, അതിനുവേണ്ടി ഊർജ്ജം ചെലവഴിക്കേണ്ടതില്ല, അതിനുവേണ്ടി പണമോ ബുദ്ധിയോ തലച്ചോറോ ചെലവഴിക്കേണ്ടതില്ല എന്ന് ഇന്ത്യ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ ഫലം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കിയത് എന്നാണ് അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധർ ചോദിക്കുന്നത്. അമേരിക്കയിലുള്ള ഇത്തരം മുറുമുറുപ്പുകൾ ഇത് ട്രംപ് മനസ്സിലാക്കിയെന്നാണ് ഇപ്പോൾ അടുത്തു വരുന്ന വാർത്തകൾ. അതായത് അമേരിക്ക അയഞ്ഞു വരുന്നു, കൂടുതൽ നമുക്ക് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ നടത്താം എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ ചർച്ച നടത്തുമല്ലോ എന്ന് കണ്ടറിയണം. കാരണം ഇന്ത്യ കൂട്ടാനും പറഞ്ഞിട്ടില്ല, കുറയ്ക്കാനും പറഞ്ഞിട്ടില്ല. അത് ട്രംപ് എണ്ണം തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ താരിഫ് മാറ്റാൻ സ്വയം തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അമേരിക്ക വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് വീണ്ടും ചർച്ചയ്ക്ക് ഇറങ്ങാന്ന് പറഞ്ഞത്. 2 ദിവസം മുമ്പ് എന്താ പറഞ്ഞത്? ഇന്ത്യയുമായിട്ട് ഇനി ചർച്ചയൊന്നുമില്ല, ഇപ്പോ 25-ന് ചർച്ച വെച്ചിരുന്നതാണ്, ആ ചർച്ചയിലേക്ക് അമേരിക്ക എന്നുള്ള ആൾക്കാർ വരുമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇനി ചർച്ചയൊന്നുമില്ല, ഇനി ഇന്ത്യ തീരുമാനം എടുക്കട്ടെ, തീരുമാനം എടുത്തതിന് ശേഷം ചർച്ച വേണോ വേണ്ടയോ എന്നൊക്കെ പറയാം എന്നൊക്കെയായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ആ തീരുമാനം ഇപ്പൊ മാറ്റി. 10 ദിവസം തികഞ്ഞിട്ടില്ല, 10 ദിവസം തികയുന്നതിന് മുമ്പ് ആ തീരുമാനം മാറ്റിയിട്ട് നമുക്ക് ചർച്ച വീണ്ടും തുടരാമെന്നാണ്. ഇനി വരാൻ പോണെന്നറിയോ? ഇനി വരാൻ പോണത് ഒരു പക്ഷേ 10%-ലേക്കോ 15%-ലേക്കോ തീരുവ കുറച്ചു കൊണ്ടുവരും. ഒരുപക്ഷെ ഇനി തീരുവ വേണ്ട എന്നൊരു നിലപാടിലേക്ക് പോലും എത്തിയെന്ന് വരും. കാരണം ആ ഒരു അവസ്ഥയിലേക്കാണ് അമേരിക്കന്റെ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞ് പോകുന്നത്. കാര്യം ജനങ്ങളാണ് ഇതിനുള്ള ബാധ്യത, അധിക ബാധ്യത എടുത്ത് തലയിൽ വെക്കുന്നത്. അമേരിക്കയിലെ ജനങ്ങളാ, ഇന്ത്യക്കാരല്ല. ചുരുക്കം പറഞ്ഞാൽ സ്വന്തം കൊമ്പ്, ഇരിക്കുന്ന കൊമ്പാണ് മുറിച്ചുകൊണ്ടിരുന്നത്. അത് മുറിഞ്ഞ് താഴേക്ക് നടുക്കടലേക്ക് വീഴാൻ പോകുന്നത് ട്രംപും അമേരിക്കൻ തന്നെയാണ് എന്ന് ചിന്തിച്ചില്ല. ഇത് എടുത്തു ചാടിയുള്ള ചില മണ്ടൻ തീരുമാനങ്ങളാണ്. ഏതെങ്കിലും രാജ്യത്തെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിന് നേരെ ആവശ്യമില്ലാത്ത എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് എടുത്ത് പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിക്കുമ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ബില്യൺ കണക്കിന് സ്വത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ലായിരിക്കും. പക്ഷെ അമേരിക്കയിലും ദരിദ്രരും ഇടത്തട്ടുകാരും ഒക്കെ ഉണ്ട്. എല്ലാവരും അതിസമ്പന്നരാണെന്ന് കരുതൊന്നും വേണ്ട. അവരൊക്കെ തന്നെയാണ് ട്രംപിനും മറ്റുള്ളവർക്കും ഒക്കെ വോട്ട് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് ട്രംപ് കാർഷിക മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറാണ്. അപ്പൊ ആ നിലയ്ക്ക് വളരെ ശക്തമായ ഒരു എതിർപ്പ് അദ്ദേഹത്തിന് വരും. ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി വളർത്താൻ വേണ്ടി ഇറക്കുമതി തീരുവ അങ്ങോട്ട് കൂട്ടി ഇന്ത്യയെ തകർത്ത് കണ്ട്
അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ, കാർഷിക ഉൽപ്പന്നങ്ങളടക്കം മുഴുവൻ ഉൽപ്പന്നങ്ങളും ഇന്ത്യ പോലെയുള്ള മറ്റു രാജ്യങ്ങൾക്ക് കയറ്റിവിടാമെന്നുള്ളൊരു മണ്ടം ബുദ്ധിയെടുത്തു. അതിന് ഞങ്ങളാണ് ലോകത്തിലെല്ലാം തീരുമാനം എടുക്കുന്നത്, ഞങ്ങൾ പറയുന്നതെല്ലാം നിങ്ങൾ അനുസരിച്ച് കിടന്നോണം എന്നുള്ള ഒരു ധാർഷ്ട്യവും അതിന് കൂട്ടായി വെച്ചു. പക്ഷെ അവിടെയൊക്കെ ഒന്നും മൈൻഡ് ചെയ്തില്ല. ഈ വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ടതില്ല, മറുപടി പറയേണ്ടതില്ല എന്നുള്ളൊരു നയമാണ് ഇന്ത്യ കൈക്കൊണ്ടത്. അതുകൊണ്ടാണ് ഇന്ത്യ മിണ്ടാതിരുന്നത്. ഇന്ന് ഈ സമയം വരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയം വരെ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റേതെങ്കിലും വിദേശകാര്യ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭാഗമോ ആരും ഇതേക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഈ ഒരു നിലപാടിനെ കുറിച്ചോ വില കൂടുതലിനെ കുറിച്ചോ ഒന്നും ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. കാരണം സ്വയം എരിഞ്ഞടങ്ങാൻ തീരുമാനിച്ചതാണ് ട്രംപ് എന്ന് ഇന്ത്യൻ സർക്കാരിന് അറിയാം. പക്ഷെ അത് മനസ്സിലാകാത്തത് ഈ മലയാളത്തിലെ ചില യൂട്യൂബിലെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്ന ചിലർക്കാണെന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനേ പറ്റൂ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന പോലെ പറയാനേ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മൾ പറയും. നമ്മുടെ രാജ്യം വളരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ രാജ്യം ആരുടെയും കാൽക്കീഴിലേക്ക് തലവെച്ച് കൊടുക്കരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഞാനിടാ എന്ന് പറയാനുള്ള, ആരടാ എന്ന് ചോദിക്കുമ്പോൾ തലകും വിട്ട് അടിയൻ എന്ന് പറയാതെ ഞാനിടാ എന്ന് പറയാനുള്ള ഒരു തൻ്റെ ഇടവും ആ ഒരു ഉൾക്കരുത്തും അതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിലെന്താ തെറ്റ്? ഓരോ പൗരനും അത് തന്നെയല്ലേ ആഗ്രഹിക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയോട് കളിച്ചിട്ട്, അതായത് ഇന്ത്യയെ തകിടം മറിച്ചുകൊണ്ട് അടിമപ്പണി എടുപ്പിക്കാൻ അല്ലെങ്കിൽ അടിമയാക്കി വെക്കാൻ വേണ്ടി അമേരിക്ക ശ്രമിക്കുമ്പോൾ അതിനെ അതിജീവിച്ച്, ഒരു അക്ഷരം മിണ്ടാതെ തന്നെ അതിനെ അതിജീവിച്ച് തലയുയർത്തി നിൽക്കുമ്പോൾ അതിൽ അഭിമാനം തോന്നുന്നത്. Different angles. Don't forget to subscribe and support this channel.